ഉമാ തോമസ് എംഎൽഎക്ക് പരുക്കേറ്റ കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കെതിരെ കൂടുതൽ ആരോപണം. മൃദംഗ വിഷൻ, ഓസ്കർ ഇവന്റ് മാനേജ്മെന്റ് ഉടമകളോട് കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. അപകടവുമായി ബന്ധപ്പെട്ട നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയെയും നടൻ സിജോയ് വർഗീസിനെയും ചോദ്യം ചെയ്യും. നൃത്തപരിപാടിയുടെ സംഘാടകരെ കൂടുതൽ സംശയത്തിന്റെ നിഴലിലാക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. പരിപാടിയുടെ പേര് പറഞ്ഞ് ഓരോ കുട്ടിയിൽ നിന്നും 7,000 മുതൽ 8,000 രൂപ വരെ വാങ്ങിയെന്ന് സംഘാടകർ തന്നെ സമ്മതിക്കുന്ന തെളിവുകൾ. പരിപാടിക്ക് 100 കുട്ടികളെ എത്തിക്കുന്ന അധ്യാപകർക്ക് സ്വർണ്ണ നാണയമായിരുന്നു പകരം വാഗ്ദാനമായി പ്രഖ്യാപിച്ചിരുന്നത്. ഇതോടെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും നൃത്താധ്യാപകർ കൂട്ടത്തോടെ തന്നെ കുട്ടികളെ എത്തിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. പരിപാടിക്ക് വേണ്ടി കുട്ടികൾ പണം നൽകണമെന്നാവശ്യപ്പെട്ട് സംഘാടകർ ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശവും പുറത്തുവന്നു. നമ്മുടെ ഗിന്നസിന്റെ രണ്ടാമത്തെ ഗഡുവായ പേയ്മെന്റ് 1,600 രൂപ നവംബർ 2-ാം തീയതിക്കുള്ളിൽ എല്ലാവരും പേ ചെയ്തിരിക്കണം. രണ്ടാമത്തെ ഗഡു പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് കോസ്റ്റ്യൂം കിട്ടാൻ സാധിക്കും. സംഘാടകരുടെ സാമ്പത്തിക ഇടപാടിൽ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ തെളിവുകൾ പുറത്തു വന്നത്. നൃത്തപരിപാടിയുടെ പേരിലുണ്ടായ വിവാദങ്ങളിൽ വിശദീകരണവുമായി കല്യാൺ സിൽക്സ് രംഗത്തെത്തി. 12,500 സാരിക്ക് മൃദംഗ വിഷൻ ഓർഡർ നൽകിയെന്നും നിർമ്മിച്ചു നൽകിയ സാരിക്ക് 390 രൂപയാണ് ഈടാക്കിയതെന്നും കല്യാൺ സിൽക്സ് അറിയിച്ചു. ഈ സാരിക്ക് സംഘാടകർ 1,600 രൂപ ഈടാക്കി. നൃത്തപരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷന്റെയും ഓസ്കാർ ഇവന്റ്സിന്റെയും ഉടമകളോട് കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. അതേസമയം കേസിൽ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇന്ന് വിളിച്ചു വരുത്തി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയെന്ന പരാതി ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.